Good morning. Good morning. Good morning. Good morning, miss. Good morning, Morning, miss. miss. Good morning, miss. Ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഓപ്പറേഷൻ തിയേറ്റർ ആണ് എടുത്തോണ്ടിരുന്നത് അല്ലേ? എവിടെ വരെ എടുത്തു ഓപ്പറേഷൻ തിയേറ്റർ? പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തില്ലേ? പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തോ? Good morning, ma'am. എവിടെയാണ് എടുത്തു നിർത്തിയത്? പ്രിവെന്റീവ് മെഷേഴ്സ് വരെയല്ലേ എടുത്തു നിർത്തിയത്? ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നവര് പ്രൊട്ടക്റ്റീവ് സോൺ ഒക്കെ കഴിഞ്ഞില്ലേ? നമ്മള് സോൺ കഴിഞ്ഞു, ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ പറഞ്ഞില്ലേ? പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ വരെയല്ലേ എടുത്തു നിർത്തിയത് അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ്. അതായത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ആകുമ്പോൾ നമുക്കറിയാം എമർജൻസി എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു ഇടം തന്നെയാണ് അല്ലെ? അപ്പൊ ഒരു എമർജൻസി എക്യുപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ചുമതലകള് എന്തൊക്കെയാണ്? അപ്പൊ അവിടുത്തെ ജീവനക്കാർക്കുള്ള ചുമതലകളാണ് കേട്ടോ. അപ്പൊ എമർജൻസി എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ജീവനക്കാർക്കുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ചുമതലകൾ എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ ആണ് cardiac trolley with defibrillator has to be readily available. കേട്ടിട്ടുണ്ടോ? cardiac trolley. trolley എന്ന് കേട്ടിട്ടുണ്ടോ? ട്രോളീസ് കേട്ടിട്ടില്ലേ? എന്തിനാണ് ട്രോളീസ് യൂസ് ചെയ്യുന്നത്? എന്തിനാ ട്രോളീസ്? അതെ, സാധനങ്ങള് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ? അപ്പൊ അതേപോലെ കാർഡിയാക് ട്രോളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം അതിന്റെ പ്രത്യേകത? എങ്ങനെയുള്ള സാധനങ്ങളായിരിക്കാം അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഈ ട്രോളിയില്? എങ്ങനെയുള്ളതായിരിക്കാം? പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് നോക്കിയേ. കാർഡിയാക് ട്രോളി എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ അതെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ? നമ്മുടെ എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാല് ഉടനെ നമുക്ക് ഒത്തിരി ഉപകരണങ്ങൾ ചിലപ്പോ ആവശ്യമായിട്ട് വരാം അല്ലെ? ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഉപകരണങ്ങളാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് മുതലായ കാര്യങ്ങള് കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു ഉപകരണമാണ് കാർഡിയാക് ട്രോളി എന്ന് പറയുന്നത്. ഈ കാർഡിയാക് ട്രോളി അതായത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററില് ഏത് നിമിഷവും നമ്മൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെയുള്ള എമർജൻസി കണ്ടീഷൻസ് ഉണ്ടായേക്കും അല്ലെ? അപ്പൊ ആ സമയത്ത് അപ്പൊ ഉടനെ അത് ലഭ്യമാക്കണം. എല്ലാ എക്യുപ്മെന്റ്സും മെഡിസിൻസും അവിടെ ലഭ്യമായിരിക്കണം അല്ലെ? അതിനുവേണ്ടി ഈ പറയുന്ന കാർഡിയാക് ട്രോളി വിത്ത് ഡീഫൈബ്രിലേറ്റർ എന്തുൾപ്പെടുന്നതാണ്? എന്താണ് ഒരു ഡീഫൈബ്രിലേറ്റർ? കേട്ടിട്ടുണ്ടോ? ഡീഫൈബ്രിലേറ്റർ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫിലിംസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഈ സാധനം, പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ ഫിലിംസിലൊക്കെ ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനെ കാണിക്കുമ്പോൾ അവരുടെ അതായത് അവർ പൂർണ്ണമായിട്ടും അവര് ഡെഡ് ആയെന്ന് തോന്നിയാൽ പോലും ആ ഹാർട്ട് ബീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താണ് നമ്മുടെ അയൺ മെഷീൻ പോലത്തെ രണ്ട് സാധനങ്ങള് ചെസ്റ്റിന്റെ ഭാഗത്ത് വെച്ച് ഒരു ഇലക്ട്രിക് പ്രഷർ കൊടുക്കാറില്ലേ? കറണ്ട് കൊടുക്കാറ് കണ്ടിട്ടുണ്ടോ? ഫിലിംസിലൊക്കെ കണ്ടു കാണില്ലേ? നേരിട്ടില്ലെങ്കിലോ? അതെ, ആ ഒരു ഉപകരണമാണ് ഡീഫൈബ്രിലേറ്റർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഡീഫൈബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതെന്താണ്? ഒരു ഉപകരണമാണ്. ഈ ഒരു ഉപകരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് കടത്തി വിട്ടുകൊണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ നോർമൽ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റിനെ റീസ്റ്റോർ ചെയ്യാൻ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്
ഡീഫൈബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാർഡിയാക് അറസ്റ്റ് മുതലായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് പേഷ്യൻസിന്റെ നോർമൽ ഹാർട്ട് ബീറ്റിനെ റീസ്റ്റോർ ചെയ്യാനും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഡീഫൈബ്രിലേറ്റർ. ഇങ്ങനെയുള്ള ഡീഫൈബ്രിലേറ്റർ ഉൾപ്പെടുന്ന ഇതുപോലെയുള്ള മെഷീൻസ് എല്ലാം അതുമായി ബന്ധപ്പെട്ട മെഡിസിൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള കാർഡിയാക് ട്രോളികള് എപ്പോഴും റെഡിലി അവൈലബിൾ ആക്കി നിർത്തുക. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോ ആവശ്യം വന്നാലോ അത് അപ്പോൾ തന്നെ ലഭ്യമാക്കുന്ന രീതിയിൽ സജ്ജമാക്കി വെക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ജീവനക്കാരുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ അല്ലേ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ അല്ലേ? Then second one, do all personnel know its location? ഇനി ഈ പറയുന്ന ഓരോ ഉപകരണങ്ങളും ഇപ്പൊ ഒത്തിരി ഉപകരണങ്ങൾ ഉണ്ടാവും അല്ലെ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിൽ. ഏത് സമയത്താണ് ഏതായിരിക്കണം ഉപയോഗിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഏത് ജീവനക്കാർക്കും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു ജീവനക്കാർക്കും ഈ പറയുന്ന ഓരോ ഉപകരണങ്ങളും എവിടെയാണ് ഇരിക്കുന്നത് എന്നതിന്റെ ലൊക്കേഷൻസ് അല്ലെങ്കിൽ സ്ഥാനം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഒരാൾക്ക് മാത്രം അറിയില്ല. ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണത് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇന്ന സാധനം വേണം എന്ന് ഡോക്ടർ അല്ലെങ്കിൽ സർജൻ ആവശ്യപ്പെടുന്ന സമയത്ത് അയ്യോ അത് എനിക്കറിയില്ല മറ്റേ ആൾക്കേ അറിയുള്ളൂ എന്ന് പറയാൻ പറ്റൂടെ? ഇല്ല. ഒട്ടും സമയം ലാഗ് ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ അവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും അവിടെയുള്ള ഓരോ ഉപകരണങ്ങളും മറ്റു സാധനങ്ങളും എവിടെയൊക്കെയാണ് കൃത്യമായ പൊസിഷൻസ് ഉണ്ടാവും. ലൊക്കേഷൻസിലായിരിക്കും അവർ വെച്ചിരിക്കുക. അപ്പൊ ആ കൃത്യമായ ലൊക്കേഷൻസിൽ ഓരോരോ ഉപകരണങ്ങള് അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ എവിടെയാണോ ഇരിക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? മൂന്നാമത്തത് സ്പെസിഫിക് ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് പേഴ്സൺ ടു ബി പെർഫോംഡ് ഇൻ കണക്ഷൻ വിത്ത് എമർജൻസി എക്യുപ്മെന്റ്, ചെക്കിംഗ് ഓഫ് മെഡിസിൻസ് വിച്ച് ആർ എക്സ്പയർഡ് ആൻഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. ഇനി എന്താ പറയുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള അടുത്ത പ്രത്യേക ഡ്യൂട്ടിയാണ് ഓരോ ജീവനക്കാരും കൃത്യമായിട്ട് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രവർത്തിക്കുന്ന എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കണം. ആ ഒരു ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് കാര്യങ്ങള് എക്സ്പയർഡ് ആയിട്ടായോ എക്സ്പയർഡ് ആയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം കൃത്യമായിട്ടുള്ള മെഡിസിൻസ് റീപ്ലേസ് ചെയ്ത് അവിടെ വെക്കണം. അതുപോലെ അവിടെയുള്ള എമർജൻസി എക്യുപ്മെന്റ്സുകളിൽ എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ പോലെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് എന്താ പറയുന്നത്? പ്രതിരോധ അറ്റകുറ്റപ്പണികള് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഉപകരണം കേടായിട്ടല്ല നമ്മളത് നന്നാക്കേണ്ടത് അല്ലെ. കേട് വരാതെ സൂക്ഷിക്കുകയല്ലേ ചെയ്യേണ്ടത് ശരിക്കും അല്ലെ. ഇപ്പൊ കേട് വരാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ പ്രോബ്ലംസോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള റിപ്പയറിങ്ങും മെയിന്റനൻസും ഒക്കെ കൃത്യസമയത്ത് പതിവായി ആ ഒരു ഉപകരണങ്ങൾ കൊടുത്ത് എപ്പോഴും ആ ഉപകരണങ്ങള് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ നിലനിർത്തുക. അതോടൊപ്പം തന്നെ മെഡിസിൻസ് മുതലായ കാര്യങ്ങൾ എക്സ്പയർഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഉള്ള മെഡിസിൻസ് അവിടെ റീപ്ലേസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആര് ചെയ്യേണ്ടതാണ്? ആ ഓപ്പറേഷൻ തിയേറ്ററിലെ ജീവനക്കാര് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചുമതലകൾ. ഇതിൽ ഒന്നാമതെന്ന് പറഞ്ഞത് ഡീഫൈബ്രിലേറ്റർ ഉൾപ്പെടെയുള്ള കാർഡിയാക് ട്രോളികള് സജ്ജമാക്കി ഏത് നിമിഷമാണോ അത് ആവശ്യമായി വരുന്നത് അപ്പോൾ നൽകാനായിട്ട് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും മെഡിസിൻസും എല്ലാം സൂക്ഷിച്ചിട്ടുള്ള കാർഡിയാക് ട്രോളീസ് റെഡിലി അവൈലബിൾ ആക്കി നിർത്തുക. അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും ആവശ്യം വന്നാൽ അത് ലഭ്യമാക്കുന്ന രീതിയിൽ സജ്ജമാക്കി നിർത്തുക. രണ്ടാമത് പറഞ്ഞത് ഈ പറയുന്ന ഏത് ഉപകരണമാണെങ്കിലും ആ ഓപ്പറേഷൻ തിയേറ്റർ അത് എവിടെയാണ് ഇരിക്കുന്നത് അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അതിന്റെ കൃത്യമായ സ്ഥാനം അറിഞ്ഞിരിക്കണം. മൂന്നാമത് പറഞ്ഞത് ഈ പറയുന്ന എമർജൻസി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. അതുമായി ബന്ധപ്പെട്ട എമർജൻസി മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ അത് എക്സ്പയർഡ് ആയിട്ട് കഴിഞ്ഞോ, ഇനി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം മരുന്നുകൾ സൂക്ഷിക്കണം. എന്താണ് പ്രിവെന്റീവ് മെയിന്റനൻസ്? ഉപകരണങ്ങള് എപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ നിലനിർത്താൻ വേണ്ടി പ്രതിരോധ അറ്റകുറ്റപ്പണികളോ ചെയ്യാനായിട്ടുള്ള ചുമതലകൾ എന്ന് പറയുന്നത് ആർക്കാണുള്ളത്?
ആർക്കാണ്? അവിടെയുള്ള ജീവനക്കാർക്കാണുള്ളത്. ക്ലിയർ ആണോ ആ 3 പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് the standard policies for protection of patients in operation theatre. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പോളിസികൾ, എന്തൊക്കെ നിലവാരമുള്ള പോളിസീസ് അല്ലെങ്കിൽ നയങ്ങളാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാവാം? നോക്കി, ഫസ്റ്റ് വൺ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന്റെ സംരക്ഷണം ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്റ്റാൻഡേർഡ് പോളിസികളിലൂടെയാണ്? ഫസ്റ്റ് വൺ ആണ് മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, അല്ലെ? പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ രോഗിയെ തിരിച്ചറിയാനുള്ള രീതികൾ കൊണ്ടുവരാറുണ്ടോ? ഇപ്പൊ ഓപ്പറേഷനൊക്കെ പല തലത്തിലും നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓപ്പറേഷൻസ് ഒക്കെ ചിലപ്പോൾ വളരെ 1-2 കേസുകളായിരിക്കും. ഓപ്പറേഷൻ ചെയ്യേണ്ട വ്യക്തികൾ മാറിപ്പോയ കേസുകൾ കേട്ടിട്ടുണ്ടോ? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള 1-2 ആയിരിക്കും കേട്ടോ. ചെയ്യുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യൻസ് മാറിപ്പോവാം, അല്ലെ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പേഷ്യൻസിന്റെ സംരക്ഷണത്തിനായിട്ട് അവിടെ എന്തുണ്ട്? കൃത്യമായി ഓരോ പേഷ്യൻസിനെയും രോഗിയെ തിരിച്ചറിയാനുള്ള രീതികളുണ്ട്, അല്ലെ? എന്തൊക്കെ രീതികളായിരിക്കാം? ഒരു പേഷ്യന്റിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? എന്തൊക്കെ രീതികളിലൂടെ തിരിച്ചറിയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പേര്, അവരുടെ പേഷ്യൻസിന്റെ ഫുൾ നെയിം, അല്ലെ? അവരുടെ അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങളിലൂടെ അറിയാൻ പറ്റും. പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? വേറെ മെത്തേഡുകളുണ്ടോ? ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. മെഡിക്കൽ റെക്കോർഡുകളുടെ നമ്പർ മുതലായ കാര്യങ്ങളിൽ നിന്ന് അറിയാൻ പറ്റും. ശരിയാണ്. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പേഷ്യൻസിന്റെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് മുതലായവയിൽ നിന്ന് ഒരു പേഷ്യന്റിനെ തിരിച്ചറിയാൻ പറ്റും. രണ്ടാമത് പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡുകളുടെ നമ്പേഴ്സ്, അല്ലെ? അത് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെയോ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബാർകോഡ് റിസ്റ്റ് ബാൻസ് കണ്ടിട്ടുണ്ടോ? പേരൊക്കെ എഴുതി നമ്മുടെ പേരും റൂം നമ്പറും അഡ്രസ്സും ഒക്കെ എഴുതിയിട്ടുള്ള കണ്ടിട്ടില്ലേ? ബാർകോഡ് റിസ്റ്റ് ബാൻഡുകള് കയ്യിലിടുന്നത്, അത് ഉപയോഗിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെ? ഈ ഓപ്പറേഷൻ ഒക്കെ കയറ്റുന്നത് പ്രധാനമായിട്ടും സിസേറിയൻസിനൊക്കെ കയറ്റുന്ന അല്ലെങ്കിൽ ഡെലിവറിക്കൊക്കെ കയറ്റുന്നവർക്ക് അങ്ങനെയല്ല, കുട്ടിക്കും ഉണ്ടാവും, അല്ലെ? പ്രസവിച്ച് വരുന്ന കുട്ടിക്ക് ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ബേബി ഓഫ് ഇന്ന മദറിന്റെ പേരും ബേബി ഓഫ് ഇന്ന മദറിന്റെയാണ് എന്നൊക്കെ പറഞ്ഞ് അത്. അപ്പൊ അത് നമുക്കൊരു തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, അല്ലെ? അപ്പൊ അതിലൂടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എങ്ങനെയാണ്? പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റില്ലേ? അല്ലെ? വെർബലായിട്ട് നമുക്ക് ചോദിക്കാം, അല്ലെ? ഇപ്പൊ നമ്മുടെ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് റൂമിലാണ്, ഏത് ഓപ്പറേഷനാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും പറയാൻ പറഞ്ഞാൽ അങ്ങനെ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരാളെ തിരിച്ചറിയാം, അല്ലെ? പിന്നെ എന്തിലൂടെ തിരിച്ചറിയാം? മറ്റേതിലൂടെ തിരിച്ചറിയാം? പേഷ്യന്റിന്റെ ഫോട്ടോഗ്രാഫിലൂടെ തിരിച്ചറിയാൻ പറ്റില്ലേ? പറ്റുമോ? പേഷ്യന്റിന്റെ ഫോട്ടോഗ്രാഫിലൂടെ തിരിച്ചറിയാം, അല്ലെ? പല മെത്തേഡുകളുണ്ട്. അത് ഏത് മെത്തേഡ് വേണമെങ്കിലും ഹോസ്പിറ്റൽസിന് സ്വീകരിക്കാം, കേട്ടോ. അപ്പൊ പേഷ്യൻസിന്റെ ഫോട്ടോഗ്രാഫിലൂടെ, അതുപോലെ തന്നെ നമ്മൾ ആധാർ എടുക്കാൻ പോയി കഴിയുമ്പോൾ നമ്മുടെ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ എടുക്കാറില്ലേ? ഉണ്ടോ? ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ എടുക്കാറുണ്ടോ? ആധാർ എടുക്കാൻ പോകുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഉണ്ട്, അല്ലെ? അതെങ്ങനെയാ? ഫിംഗർ പ്രിന്റ്, നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നിഷൻ, അല്ലെ? നമ്മുടെ ഐയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കാറ്, അല്ലെ? അപ്പൊ അങ്ങനെയും നമുക്കൊരു രോഗിയെ തിരിച്ചറിയാം. അപ്പൊ ഈ പറയുന്ന മെത്തേഡുകളിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഹോസ്പിറ്റലിന് രോഗിയെ തിരിച്ചറിയാനായിട്ട് എടുക്കാവുന്ന മെത്തേഡുകളാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് ആദ്യത്തേത്, മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. ഒരു രോഗിയെ തിരിച്ചറിയാനുള്ള രീതികൾ കൊണ്ടുവരിക. അപ്പൊ അതിലൂടെ ഒരിക്കലും പേഷ്യൻസ് എന്ത് ചെയ്യില്ല? മാറിപ്പോകില്ല, അല്ലെ? അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ പല മെത്തേഡുകൾ നമുക്ക് ഐഡന്റിഫിക്കേഷന് വേണ്ടി എടുക്കാം. പേഷ്യൻസിന്റെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ് മുതലായ കാര്യങ്ങൾ എടുക്കാം. പേഷ്യൻസുമായിട്ട് വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ മനസ്സിലാക്കാം, ഫോട്ടോഗ്രാഫ് കൊണ്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എന്താണ് ബാർകോഡ് റിസ്റ്റ് ബാൻഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മെഡിക്കൽ റെക്കോർഡിന്റെ നമ്പേഴ്സിലൂടെ നമുക്ക് ഇന്ന പേഷ്യന്റ് ആണ് മനസ്സിലാക്കാം, അല്ലെ? പേഷ്യൻസിന്റെ ഫോട്ടോഗ്രാഫിലൂടെയും ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ
കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഈ പറയുന്ന രീതികളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ ഫസ്റ്റ് സെന്റൻസ്? സെക്കൻഡ് വൺ ആണ് restraining of patients during movement. രണ്ടാമത്തത് എന്താണ്? പേഷ്യൻസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണം. റിസ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ് കേട്ടോ. അപ്പൊ നിയന്ത്രണം. അപ്പൊ ഇവിടെ പേഷ്യൻസിന്റെ ഡ്യൂറിംഗ് മൂവ്മെന്റ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പേഷ്യന്റിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കില്ലേ, നിയന്ത്രിതമായിരിക്കില്ലേ? നമ്മുടെ ഒരു റൂമിലെ പോലെ തന്നെ മറ്റു നമ്മുടെ സാധാരണ റൂമിലെ പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനോ കാര്യങ്ങളൊക്കെ നടക്കോ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആകുമ്പോ? ഇല്ല അല്ലെ, നിയന്ത്രിതമായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യൻസിനെയൊക്കെ ഓപ്പറേഷൻ ടേബിളിലൊക്കെ കിടക്കുന്ന സമയത്താണെങ്കിലും അവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കൺട്രോൾഡ് ആയി അല്ലെ. നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ ബെഡിൽ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചരിഞ്ഞു കിടക്കാനോ എണീറ്റിരിക്കാനോ ഒക്കെ പറ്റുമോ? ആ പ്രൊസീജിയർ ചെയ്യുമ്പോ ഇല്ല അല്ലെ. അതിനൊക്കെ കുറെ നിയന്ത്രണങ്ങളുണ്ട്, കൺട്രോളിംഗ് ഉണ്ട് അല്ലെ. അതാണ് റിസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിംഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പേഷ്യൻസിന്റെ കറക്റ്റ് പൊസിഷനിൽ ഇപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അവിടെ മൂവ്മെന്റ് നമ്മൾ തടയുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ? ആ പ്രൊസീജിയർ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ തന്നെ പേഷ്യൻസ് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ മൂവ് ചെയ്താൽ ചിലപ്പോൾ താഴേക്ക് വീഴാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ പുറത്തേക്കുള്ള പേഷ്യൻസിന്റെ മൂവ്മെന്റും അകത്തേക്ക് വരുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനെ പ്രതികരിച്ചുകൊണ്ട് അവിടെ നമ്മൾ റീസ്ട്രെയിൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നിയന്ത്രിക്കാറുണ്ട്. മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യൻസിനെ തിരിച്ചു കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു സ്ഥലത്ത് സർജറി കഴിഞ്ഞ് നമ്മുടെ റിക്കവറി റൂമിലേക്കൊക്കെ മാറ്റാണെന്ന് വിചാരിക്കുക. അവരെ ഒരു ട്രാൻസ്ഫർ ചെയ്ത് എന്താണ് ഒന്ന് ചരിച്ചു കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പേഷ്യൻസിനെ കൃത്യമായി സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള മെത്തേഡുകളിലൂടെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണെങ്കിലും ആ ടേബിളിൽ തന്നെ നമ്മൾ ചരിച്ചു കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തിരിച്ചു കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ചരിച്ചു കിടക്കുന്ന സമയത്ത് വളരെയധികം പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം കൊടുത്തുകൊണ്ട് സേഫ് ആയിട്ടുള്ള മെത്തേഡുകളിലൂടെയായിരിക്കണം അത് ചെയ്യേണ്ടത്. നാലാമത്തത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ. ഇൻഫെക്ഷൻസ് ഒരു കാരണവശാലും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് ഈ പേഷ്യൻസിന് ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടി അത് തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കേണ്ടത്. ഈ 4 പോയിന്റ്സ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ് പോളിസികളാണ്. അതിൽ ഒന്നാമത്തത് പേഷ്യൻസ് അല്ലെങ്കിൽ രോഗിയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഉചിതമായ രീതികൾ ഉപയോഗിക്കുക. രണ്ടാമത്തത് പേഷ്യൻസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവരിക. മൂന്നാമത് പേഷ്യൻസിനെ ചരിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് വളരെ സുരക്ഷിതമായ മെത്തേഡുകളിലൂടെ അല്ലെങ്കിൽ പ്രൊസീജിയർ ഉപയോഗിച്ചായിരിക്കണം ചെയ്യേണ്ടത്. നാലാമത് ഇൻഫെക്ഷൻസിനെ തടയുന്നതിന് വേണ്ടി കൃത്യമായ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഇൻ റിക്കവറി റൂം. അപ്പൊ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ പ്രൊട്ടക്ഷന്റെ കാര്യം പറഞ്ഞത് അല്ലെ. ഇനി നമ്മുടെ റിക്കവറി റൂമിൽ നമ്മുടെ സർജറിക്ക് കഴിഞ്ഞ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. ആ റിക്കവറി റൂമില് എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യേണ്ടത്? അതിൽ ഒന്നാമത് patient observation to be performed every 15 minutes after the surgery, including vital signs, level of consciousness, bleeding, etc. ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് ചെക്ക് ചെയ്യാറില്ലേ? ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഈ പറയുന്ന പേഷ്യൻസിനെ കൃത്യമായിട്ട് അവർ സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ കൃത്യമായിട്ട് നിരീക്ഷണങ്ങൾ നടത്തണം. എന്തിനു വേണ്ടിയാണ് നിരീക്ഷണം നടത്തുന്നത്?
എന്തിനു വേണ്ടിയാണ്? ആ പേഷ്യൻസിന് സർജറി കഴിഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അനുഭവപ്പെടുന്നുണ്ടോ അല്ലെ? അവരുടെ വൈറ്റൽ സയൻസ് സുപ്രധാനമായിട്ടുള്ള അടയാളങ്ങൾ അതെന്തൊക്കെയാവാം? BP ആവാം, ഹാർട്ട് റേറ്റ് ആവാം, മുതലായിട്ട് ഹാർട്ട് ബീറ്റ് അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് അങ്ങനെയുള്ള വൈറ്റൽ സയൻസ് നിരീക്ഷിക്കുന്നുണ്ട്. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ബോധമില്ല അല്ലെ, ചിലർക്ക് ചിലപ്പോ സെഡേഷൻ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ അനസ്തീഷ്യ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ സമയം എടുക്കും അല്ലെ അവരുടെ ഒരു നോർമൽ ഇതിലേക്ക് തിരിച്ചു വരാനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധമില്ല എത്രത്തോളം ഉണ്ട്. ദെൻ ബ്ലീഡിങ്, ചില പേഷ്യൻസിന് ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ, സർജറിക്ക് ശേഷം അങ്ങനെയുള്ള ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടോ? അവരുടെ കോൺഷ്യസ്നെസ്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധനില എത്രത്തോളം ഉണ്ട്, നോർമൽ ആവാൻ അവരിനി എത്ര സമയം എടുക്കും? അതുപോലെ അവരുടെ സുപ്രധാനമായിട്ടുള്ള അവരുടെ ബ്ലഡ് പ്രഷർ, അവരുടെ ഹാർട്ട് റേറ്റ് മുതലായ കാര്യങ്ങളെല്ലാം ഓരോ 15 മിനിറ്റിലും സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റിനെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും എന്ത് ചെയ്യണം? കൃത്യമായ നിരീക്ഷണങ്ങൾ റിക്കവറി റൂമിൽ കൊടുത്തിരിക്കണം. അത് ആ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ലേ അല്ലെ? അതേസമയം ഒത്തിരി സമയം അവര് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക, അവർ ആ ഒരു കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെങ്കിൽ ആ ബ്ലീഡിങ് വഴി എന്താണ് അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരെ വരാം അല്ലെ, ചിലപ്പോൾ ഡെത്ത് വരെ സംഭവിച്ചത് വരാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പേഷ്യൻസിന് കൃത്യമായ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്, ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. ഇനി ഏത് ഉപകരണമാണെങ്കിലും ചിലപ്പോൾ സർജറി കഴിഞ്ഞ ചില ആളുകൾക്ക് അപ്പോഴായിരിക്കും ചിലപ്പോ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഉപകരണമാണെങ്കിലും അത് റെഡിലി അവൈലബിൾ ആയിരിക്കണം. അവരുടെ ആവശ്യകതക്കനുസരിച്ച് അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് അവിടെ എപ്പോഴും സജ്ജമാക്കി വെച്ചിരിക്കണം. മൂന്നാമത്, റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻസിനെയൊക്കെ തടയുന്നതിന് വേണ്ടി എന്താണ്? വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകരെ നിയന്ത്രിക്കുക അല്ലെ. എപ്പോഴും നമ്മുടെ റിക്കവറി റൂമിലേക്കൊക്കെ എല്ലാ പേഷ്യൻസിന്റെ വിസിറ്റേഴ്സിനെ കാണാൻ കൊണ്ടുവരും ഇല്ല അല്ലെ. വളരെ അത്യാവശ്യമുള്ള ഏറ്റവും അടുത്ത ഒരാളെ ചിലപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് കാണിക്കും അല്ലെ, നമ്മുടെ കണ്ടീഷൻ ഇങ്ങനെയാണ് ഓക്കെ ആണ് എന്നുള്ളത് മാത്രം. അതല്ലാതെ ഒരുപാട് പേരെ ആ റിക്കവറി റൂമിലേക്ക് കയറ്റോ ഇല്ല അല്ലെ. അതവരുടെ നമ്മുടെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ 3 എണ്ണവും എവിടെയുള്ളതാണ്? റിക്കവറി റൂമിലെ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത് പറഞ്ഞത് പേഷ്യൻസിനെ കൃത്യമായിട്ട് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുക. അവരുടെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുക, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക, ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത് പറഞ്ഞത്, ഏതൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും അതിനാവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സുകളും വളരെ റെഡി ആയിട്ട് സജ്ജമാക്കി വെക്കുക. മൂന്നാമത് പറഞ്ഞത്, പേഷ്യൻസുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അണുബാധകളെ തടയുന്നതിന് വേണ്ടി വിസിറ്റേഴ്സിനെ നിയന്ത്രിക്കുക. ക്ലിയർ ആണോ? റിക്കവറി റൂമുമായി ബന്ധപ്പെട്ട 3 പോയിന്റ്സ് ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ആണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഒരു ഓപ്പറേറ്റിംഗ് റൂം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അടുത്ത പ്രധാനപ്പെട്ട ആളുകളുടെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ, ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് പഠിക്കാറില്ലേ? മിക്ക ചാപ്റ്ററിലും ഉണ്ട് അല്ലെ, ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് ഈ പറയാനുള്ളത്. നോക്കി, ഒന്നാമത്തത്, the operating room executive secretaries keep the department running smoothly and effectively by greeting and welcoming patients. ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ they keep the department running smoothly. ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ സുഗമമായിട്ട് നടന്നു പോകാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്യണം
അല്ലെ? ആൻഡ് എഫക്റ്റീവ്ലി ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ സുഗമമായിട്ടും കാര്യക്ഷമമായിട്ടും മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉപചാരപൂർവ്വം അവരെ വെൽക്കം ചെയ്ത് സ്വീകരിക്കേണ്ടത് ആരാ സ്വീകരിക്കേണ്ടേ? എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് അല്ലെ? ഓപ്പറേഷൻ ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. രണ്ടാമത് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. ഇപ്പൊ വരുന്ന പേഷ്യൻസിനാവാം, അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്നവരാണ്. അവർക്ക് ഒത്തിരി ഡൗട്ട് ഉണ്ടാവും അല്ലെ? നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒരു ഓപ്പറേഷന് കയറി കഴിഞ്ഞാൽ നമ്മളും ചോദിക്കാറല്ലേ പലതരത്തിലുള്ള ഡൗട്ട്സ് കാര്യങ്ങള് ഇല്ലേ? അവിടെ പുറത്തിറങ്ങാൻ കാത്തുമ്പോ അല്ലെ? ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്ന് ആരെങ്കിലും ഒരാളൊന്ന് പുറത്തിറങ്ങാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും അല്ലെ? അവരുടെ ആ ഓപ്പറേഷൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇപ്പൊ എന്ത് പ്രൊസീജിയർ ആണെന്നല്ല, എത്ര സമയം എടുക്കും അല്ലെ? ഒത്തിരി ഡൗട്ടുകൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ടുകള് ആ പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവർ ചോദിക്കുമ്പോ ആ ക്വസ്റ്റ്യൻസിന് കൃത്യമായ ആൻസർ അല്ലെങ്കിൽ മറുപടി കൊടുക്കുക, അവരുടെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആക്കി നൽകുകയും ചെയ്യുക. 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത് എന്താ പറഞ്ഞത്? ഓപ്പറേറ്റിംഗ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറഞ്ഞാല് അവരെന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ സുഗമമായിട്ടും കാര്യക്ഷമമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും വളരെ ഉപചാരപൂർവ്വം അഭിവാദ്യം ചെയ്ത് നല്ല രീതിയിൽ സ്വാഗതം ചെയ്ത് സ്വീകരിക്കുക. രണ്ടാമത് പറഞ്ഞത് പേഷ്യൻസിനായിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സിനായിക്കോട്ടെ, അവർക്കുണ്ടാവുന്ന എല്ലാ ഡൗട്ട്സുകളും വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യുക, അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും കൃത്യമായ മറുപടികളും നൽകുക. ക്ലിയർ അല്ലേ 2 പോയിന്റ്സ്? നെക്സ്റ്റ് പറയണ്ടല്ലോ. ഓക്കെ, then third one ആണ് these workers operate office equipment that include voicemail and phone system, machines, copiers and scanners, and also maintain and organize department supplies. ഇനി എന്താ ഈ വ്യക്തി നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഈ പറയുന്ന നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട എല്ലാ ഓഫീസ് എക്യുപ്മെന്റ്സുകളും പ്രവർത്തിപ്പിക്കേണ്ടതാണ്. That include എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ആ ഒരു ഓഫീസ് എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരാം? വോയിസ് മെയിലുകൾ വരാം അല്ലെ? then ഫോൺ സിസ്റ്റം, ഫോണുകൾ വരാറില്ലേ? ഫോൺ കോളുകൾ വരാം അല്ലെ? അതുപോലെ തന്നെ അവിടെയുള്ള മെഷീൻസ്, ഇതാണ് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട മെഷീൻസ്. ഏതാ? കോപ്പിയേഴ്സ് ഉണ്ടാവും, സ്കാനേഴ്സ് ഉണ്ടാവും അല്ലെ? പലതരത്തിലുള്ള റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളോ ആവശ്യമായി വന്നാൽ ഈ പറയുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് സംഘടിപ്പിക്കേണ്ടതും നിലനിർത്തേണ്ടതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്? ഒരു ഓപ്പറേറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തേർഡ് പോയിന്റ് എന്താ നമ്മൾ പറയുന്നത്? ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഈ ഓപ്പറേറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട ഓഫീസ് എക്യുപ്മെന്റുകളൊക്കെ പ്രവർത്തിപ്പിക്കേണ്ടതാണ്. അതുകൂടാതെ അവരുടെ വോയിസ് മെയില്, അവരുടെ ഫോൺ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, കോപ്പിയർ, സ്കാനർ പോലെയുള്ള മെഷീൻസ് പ്രവർത്തിപ്പിക്കണം. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സാധനങ്ങളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, നിലനിർത്തുക. നെക്സ്റ്റ് പറയുന്നത് they accept and route messages and transfer correspondence verbally or through write form. എന്താ accept and route messages and transfer correspondence എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ പലതരത്തിലുള്ള മെസ്സേജുകള് കാര്യങ്ങള് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരാം അല്ലെ? ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മെസ്സേജുകൾ വരാം. ഇപ്പൊ ഒക്കെ ഓൺലൈനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ വലുതരിച്ചതോടുകൂടി ഓൺലൈനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ? ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ റിസൾട്ടുകൾ എങ്ങനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്? മുൻപൊക്കെ ആണെങ്കിൽ പേപ്പറിലായിരുന്നു അല്ലെ? നമ്മൾ കൊണ്ടുപോയി ഹാൻഡ് ഓവർ ചെയ്യാറ്. ഇപ്പൊ എങ്ങനെയാ? നേരിട്ട് അവർക്ക് അവരുടെ സിസ്റ്റത്തിലേക്ക് അയച്ചു കൊടുക്കുകയല്ലേ ചെയ്യും അല്ലെ? അപ്പൊ അതുപോലെ ഈ പറയുന്ന ഓരോ പേഷ്യൻസും ഓപ്പറേഷൻ റൂമിലെ ഓരോ പേഷ്യൻസ് മെഡിക്കൽ സ്റ്റാഫ് ആണോ? അവര് നമ്മുടെ ക്ലർക്ക് പോലെയുള്ള ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യുന്നത് കേട്ടോ, പ്രധാനമായിട്ടും. അല്ലാതെ നമ്മുടെ ക്ലിനിക്കൽ ആയിട്ടുള്ള രീതിയിലേക്ക് അവർ എത്തുന്നില്ല കേട്ടോ. അവർ ജസ്റ്റ് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക കേട്ടോ. അപ്പൊ നോക്കി നെക്സ്റ്റ്. അപ്പൊ ഈ വരുന്ന മെസ്സേജുകൾ ഈ ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അവരുടെ ലാബ് റിപ്പോർട്ടുകളാവാം, അവരുടെ ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് എക്സ്റേയോ സ്കാനിങ് ചെയ്തതോ അങ്ങനെയുള്ള
മെത്തേഡുകൾ അങ്ങനെയുള്ള രീതികളുടെ റിസൾട്ടുകളാവാം. അപ്പൊ അങ്ങനെയുള്ള കൃത്യമായ മെസ്സേജുകളൊക്കെ അത് സ്വീകരിക്കുകയും ആവശ്യമായ ഇടങ്ങളിലേക്ക്, അതായത് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ അധികാരികളിലേക്ക് അത് റൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കത്തിടപാടുകൾ അല്ലെ. അപ്പൊ കൃത്യമായ കത്തിടപാടുകള് നമ്മുടെ വെർബലി ആവാം, ഒന്നില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം അവരോട്, ഇങ്ങനെയുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള റിസൾട്ടോ കാര്യങ്ങളോ ഇവിടെ വന്നിട്ടുണ്ട്, ഇന്ന പേഷ്യൻസുമായി ബന്ധപ്പെട്ടാണെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെർബലി നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിലോ ത്രൂ റൈറ്റ് ഫോം എഴുതിയ രൂപത്തിൽ നമുക്ക് അയച്ചു കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന മെസ്സേജുകളായിക്കോട്ടെ കത്തിടപാടുകളായിക്കോട്ടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്വീകരിക്കേണ്ടതും ബന്ധപ്പെട്ട ഇടങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് അഡീഷണൽ ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് സ്പെസിമെൻസ് ടു ദ ലാബ്, help in scheduling procedures, supporting the department through updating bed statuses. ഇനി എന്താണ്? ഇപ്പൊ ചില പേഷ്യൻസിന്റെ ലാബ് റിപ്പോർട്ടുകൾ ആവശ്യമായി വരും അല്ലെ. ചില ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ബ്ലഡ് ഒക്കെ സാമ്പിൾ ഒക്കെ എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സ്പെസിമെൻസ് കാര്യങ്ങളൊക്കെ ഒരു അഡീഷണൽ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പൊ ലാബില് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സ്പെസിമെൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവിടേക്ക് എന്ത് ചെയ്യുക, എത്തിക്കാനായിട്ട് സഹായിക്കുക. നെക്സ്റ്റ് എന്താണ്? ഈ ഡിപ്പാർട്ട്മെന്റ് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓരോ പ്രൊസീജിയേഴ്സും ചെയ്യാൻ ആവശ്യമായ ഷെഡ്യൂളിങ് കൃത്യമായ ഒരു പ്രൊസീജിയറിന്റെ സമയത്ത് അത് കഴിഞ്ഞ് ഇന്നതായിരിക്കണം ചെയ്യേണ്ടത് എന്ന രീതിയിൽ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കുക. അതോടൊപ്പം തന്നെ ബെഡ് സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുക. അതായത് എത്ര ബെഡ് ഇപ്പോ ഓക്യുപ്പൈഡ് ആയിട്ടുണ്ട്, എത്ര എണ്ണം ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന രീതിയിൽ കൃത്യമായ ബെഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ആരാണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിനിങ് ക്ലീൻലിനെസ് ആൻഡ് ഓർഡർലിനെസ്, ലൈക്ക് ക്ലീനിങ് നഴ്സസ് സ്റ്റേഷൻ. നഴ്സസ് സ്റ്റേഷനൊക്കെ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഓപ്പറേഷൻ തിയേറ്ററും വളരെ വൃത്തിയുള്ളതും ചിട്ടയുമായിട്ട് നിലനിർത്തുക. Then last point, executive secretaries may also be responsible for managing and training new clerical within the operating room department. ഇപ്പൊ പുതിയതായിട്ട് ഒരു ക്ലറിക്കൽ സ്റ്റാഫ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു വിചാരിച്ചു. അവർ പുതിയതായിട്ട് വരികയാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ കാര്യങ്ങളൊന്നും അറിയില്ല. കൃത്യമായി അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഈ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്, അവിടെ ആവശ്യമായ ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കുക, അവരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വവും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ആയിരിക്കും. വേഗം ആ ഒരു പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് വേഗം വായിക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. അതിനുശേഷം മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. മിസ് വേഗം ഒന്നും കൂടി അത് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പറേഷൻ റൂം അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ കാര്യക്ഷമമായും വളരെ സുഗമമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും നല്ല ഉപചാരപൂർവ്വം വെൽക്കം ചെയ്ത് സ്വീകരിക്കുക. രണ്ടാമത് പറഞ്ഞത് പേഷ്യൻസിന്റെയും അവരുടെ റിലേറ്റീവ്സിന്റെയും കൃത്യമായ ഡൗട്ടുകൾ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കൃത്യമായ മറുപടികളും
നൽകുക. മൂന്നാമത് ആ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ തിയേറ്ററിലെ ഓഫീസുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക, വോയിസ് മെയിലുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, ഫോൺ സംവിധാനങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക, മെഷീൻസ് അതായത് കോപ്പിയർ, സ്കാനർ മുതലായിട്ടുള്ള എല്ലാ മെഷീൻസും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക, ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, അതവിടെ നിലനിർത്തുകയും ചെയ്യുക. ആവശ്യമായ സാധനങ്ങൾ ഇല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് അവിടെ എന്ത് ചെയ്യുക, സ്ഥാപിക്കുകയും ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പറയുന്നത് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും അതുപോലെ കത്തിടപാടുകളും കൃത്യമായിട്ട് അത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. ഇത് വെർബലി നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഫോമിൽ എഴുതിയ രൂപത്തിൽ നമുക്ക് ചിലപ്പോൾ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരാം. നെക്സ്റ്റ് പറയുന്നത് അഡീഷണൽ ഡ്യൂട്ടീസ്. ഇത് പറയുന്നത് എന്താ, ലാബിലേക്ക് ചിലപ്പോൾ പേഷ്യൻസിന്റെ സ്പെസിമെൻസ് കാര്യങ്ങൾ ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരാം. അപ്പൊ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക, അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ആ ബെഡ് സ്റ്റാറ്റസുകൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നൽകുക. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഒരു നഴ്സ് സ്റ്റേഷൻ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ വളരെ വൃത്തിയുള്ളതും ചിട്ടയുള്ളതുമായി നിലനിർത്തുക. ലാസ്റ്റ് എന്താ പറഞ്ഞത്, പുതിയതായിട്ടൊരു ക്ലറിക്കൽ സ്റ്റാഫ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ജോലിക്കായി വന്നാൽ അവർക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതും ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? എല്ലാ സെന്റൻസുകളും പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആണോ? ഇനി പറയണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സിമ്പിൾ ചാപ്റ്റർ ആണ്, ചെറിയൊരു ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളിലാണ് കേട്ടോ. സെക്കൻഡ് മോഡ്യൂളിലെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് മോഡ്യൂളിലെ മിസ്സിനുള്ള ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ ഫസ്റ്റ് മോഡ്യൂളിൽ മിസ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തു, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് എടുത്തു, ദെൻ ഏതാണ് എടുത്തത്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തു അല്ലെ. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്റർ എടുത്തു. ഈ 4 ചാപ്റ്റർ ആണ് എടുത്തത്. ആണോ? ഓർക്കുന്നുണ്ടോ? ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്ത് വെക്കുന്നില്ലേ? ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ മിസ് ആയിട്ടുണ്ടോ, കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സും കിട്ടിയോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് നെക്സ്റ്റ് സെക്കൻഡ് മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ആണ് തുടങ്ങുന്നത്. സെക്കൻഡ് മോഡ്യൂളിലെ മിസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബ്ലഡ് ബാങ്ക്. കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ ബ്ലഡ് ബാങ്കിൽ? എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട്? കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. എന്താണ് ഒരു ബ്ലഡ് ബാങ്കിന്റെ പ്രധാന ഫംഗ്ഷൻ? എന്തിനു വേണ്ടിയാണ് ഒരു ബ്ലഡ് ബാങ്ക് ഉള്ളത്? എന്തിനു വേണ്ടിയാണ് ഒരു ബ്ലഡ് ബാങ്ക് ഉള്ളത്? ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെ. അതെ, ആവശ്യമുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്നൊരു സീരിയസ് ആയിട്ട് പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് വേറെ എവിടെയും പോയി ടെൻഷൻ അടിച്ച് നടക്കണ്ട അല്ലെ. നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കുമായിട്ട് സമീപിച്ചാല് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ആവശ്യമുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ നമുക്ക് അവിടെ ലഭ്യമാക്കി നൽകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സർവീസ്, സേവനമാണ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സേവനമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, ബ്ലഡ് ബാങ്കുമായിട്ട് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ബ്ലഡ് ബാങ്ക് എന്താണ്, അവിടുത്തെ പ്രധാന ഫങ്ഷൻസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയർ, പ്രിലിമിനറി ടെസ്റ്റുകളിലൂടെയാണ് ബ്ലഡ് കടന്നു പോകുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. അതിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ ബ്ലഡ്, അതിന്റെ കമ്പോണൻസ്, അതിന്റെ ഫങ്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം എന്താ, നമുക്ക് ഇവിടെ മാത്രമല്ല ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അല്ലെ. ഏതൊരു പ്രധാനപ്പെട്ട ഏതൊരു കോമൺ എക്സാമുകൾക്കും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് അല്ലെ. ബ്ലഡുമായി ബന്ധപ്പെട്ട അതിന്റെ കമ്പോണൻസ്, അതിന്റെ ഫങ്ഷൻസ്, യൂണിവേഴ്സൽ ഡോണർ ആരാണ്, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആരാണ് അല്ലെ, ദാതാവ് എന്താണ്, സ്വീകർത്താവ്, ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. ആണോ? PSC ഒക്കെ ആണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ ചാപ്റ്റർ നമ്പറിൽ അല്ലെങ്കിൽ പേജ് നമ്പറിലൊക്കെ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവിടെ 20 ആണ് കിടക്കുന്നത്. ചാപ്റ്റർ നമ്പർ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയേ,
ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. എന്താണ് ഒരു ബ്ലഡ് ബാങ്ക്, അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood products take place and where pre-transfusion and blood compatibility testing is executed. എന്താണ് ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ജനറലി റെഫേഴ്സ് ടു എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി. എന്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നതാണ് ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി? എന്താണ് ഒരു പാത്തോളജി? എന്താണ് ഒരു പാത്തോളജി എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചോ പാത്തോളജി എന്ന് പറയുന്ന ഒരു വേർഡ്? കേട്ടിട്ടുണ്ടോ? ഇല്ല. പാത്തോളജി എന്ന് പറഞ്ഞാൽ ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡിസീസ്. എന്താണ്? കേട്ടിട്ടുണ്ട്. ഓക്കെ. ശ്രീവിദ്യ എന്താ പറഞ്ഞേ? മിസ്സിന് മനസ്സിലായില്ലല്ലോ. രോഗങ്ങളെ പറ്റിയുള്ള പഠിക്കുക, സ്റ്റഡി അല്ലെ? ശരിയാണ് കേട്ടോ. മനസ്സിലായില്ല. നമ്മുടെ സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പാത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി അല്ലെ. അപ്പൊ ഈ സ്റ്റഡി സയന്റിഫിക് ഡിസീസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി എന്തിനാണ്? ലബോറട്ടറിയുടെ ഭാഗമായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം രോഗങ്ങൾ എന്താണെന്ന് കണ്ടെത്തുന്നതിന് സഹായിക്കുന്നത് ആരാ? ലബോറട്ടറീസ് ആണ് അല്ലെ. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്ന ഇങ്ങനെയുള്ള ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമായി വരുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും അതും ഒരു ലബോറട്ടറിയുടെ ഭാഗം തന്നെയല്ലേ അല്ലെ? കണ്ടിട്ടുണ്ടാവും, നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ ഫിലിംസിലോ അല്ലെങ്കിൽ മറ്റു പിക്ചേഴ്സോ കാര്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. ശരിക്കും അവിടെ ഒരു ലബോറട്ടറിയുടെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് അല്ലെ. അങ്ങനെ ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമായി വരുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ബ്ലഡ് ബാങ്കിൽ എന്താ നടക്കുന്നത്? ദ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രൊഡക്ട്സ് ടേക്ക് പ്ലേസ് അല്ലെ. ബ്ലഡ് പ്രൊഡക്ട്സിന്റെ സ്റ്റോറേജ് അല്ലേ നടക്കുന്നത്? ബ്ലഡ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് മോഡൽസ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ബ്ലഡ് പ്രൊഡക്ട്സിന്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ സംഭരിക്കലാണ് അവിടെ നടക്കുക. ആൻഡ് വെയർ ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. ഇനി ഈ ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ട്രാൻസ്ഫ്യൂഷൻ നടത്തുക എന്ന് പറയുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകുക അല്ലെ. അതല്ലേ ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതെ കൈമാറ്റം ചെയ്യുക, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യാൻ അല്ലെ, അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ നടത്തുകയാണെന്നിട്ട്. അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് മുൻപ് നമ്മൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്? അനുയോജിത പരിശോധനകൾ നടത്താറുണ്ട് അല്ലെ. അതാണ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അനുയോജിത പരിശോധനകൾ ഇല്ലേ. ഇപ്പൊ ഒരു വ്യക്തി അവിടെ കൊടുക്കുമ്പോ വെറുതെ അങ്ങ് കൊടുക്കുകയാണോ ചെയ്യുക? ഇല്ല, അവരുടെ ബ്ലഡ് തമ്മിൽ ചേരുന്നുണ്ടോ യോജിക്കുന്നുണ്ടോ എന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യും ഇല്ലേ. ഇനി അങ്ങനെ യോജിക്കാത്തതാണെങ്കിൽ എന്ത് പറ്റും? യോജിക്കാത്ത ബ്ലഡ് ഗ്രൂപ്പ്സ് തമ്മിലാണ് ചേരുന്നത്. എന്താണ് സംഭവിക്കുക? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും? എന്ത് പ്രശ്നം ഉണ്ടാവുക? എന്തായിരിക്കും പ്രശ്നം? പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താ? ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ടുള്ള സാധ്യതയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരാം, ബ്ലഡ് ക്ലോട്ട് ആവാം, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏതൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതാണ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ടില്ല, ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് മുൻപ് അവിടെ ബ്ലഡിന്റെ അനുയോജ്യത പരിശോധനകൾ നടത്തുന്നുണ്ട്. ബ്ലഡ് ബാങ്കിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാല്? നമ്മുടെ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമായി വരുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി ബ്ലഡ് ബാങ്കിലാണ് ബ്ലഡ് പ്രൊഡക്ട്സിന്റെ സ്റ്റോറേജ് നടക്കുക. ഇനി ബ്ലഡ് ബാങ്കിൽ മറ്റൊരു പ്രവർത്തനം എന്താ നടക്കുക? പ്രീ ട്രാൻസ്ഫ്യൂഷന് മുൻപ് അല്ലെങ്കിൽ ബ്ലഡ് കൈമാറ്റം ചെയ്യുന്നതിന് മുൻപ് അവിടെ ബ്ലഡുകൾ തമ്മിലുള്ള അനുയോജിത പരിശോധനയും അവിടെ നടത്തുന്നുണ്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് ഓക്കെ ആണോ?
Okay. Then next പറയുന്നത് the blood banking involves the task related to blood collection, processing, testing, separation and storage. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ബ്ലഡ് ബാങ്കിൽ ഉൾപ്പെടുന്ന ടാസ്കുകൾ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്ന പ്രധാന ടാസ്കുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ജോലികളാണ്? ബ്ലഡ് കളക്ട് ചെയ്ത് അല്ലെ, ബ്ലഡ് കളക്ട് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും? ഇല്ല. ബ്ലഡ് കളക്ട് ചെയ്യുന്നു, അത് പ്രോസസ്സിംഗ് ചെയ്യുന്നു, അത് ടെസ്റ്റുകൾ നടത്തുന്നു, ദെൻ സെപ്പറേറ്റ് ചെയ്യുന്നു, അതിന് പല കമ്പോണൻസ് ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് ചോദിക്കാണ്ട. ബ്ലഡ് ബാങ്കിൽ ഉൾപ്പെടുന്ന ടാസ്കുകളിൽ താഴെ പറയുന്നവ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കാം. ചിലപ്പോൾ ബ്ലഡ് കളക്ഷൻ തന്നിട്ടുണ്ടാവും, ദെൻ പ്രോസസ്സിംഗ് തന്നിട്ടുണ്ടാവും, ടെസ്റ്റിംഗ് തന്നിട്ടുണ്ടാവും, സെപ്പറേഷൻ തന്നിട്ട് ഓൾ ഓഫ് ദ എബോവ് ആയിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് ചോദിക്കാം കേട്ടോ. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് എ ടാസ്ക്. ഏതൊക്കെ ടാസ്കുകളാണ് വരുന്നത്? ബ്ലഡ് കളക്ഷൻ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു, അത് പ്രോസസ്സിംഗ് ചെയ്യുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്നു, അത് വിവിധ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, അതിനുശേഷം സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. World Health Organization developed a global approach blood safety to curtail. WHO expand form അറിയാലോ അല്ലെ? ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാം കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കേട്ടോ, ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. Then develop a global approach blood safety to curtail the burden of diseases due to unsafe blood transfusion. ഒരു സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡിന്റെ കൈമാറ്റം മൂലമുണ്ടാവുന്ന രോഗങ്ങളുടെ ബേർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലേശം അല്ലെങ്കിൽ ആ ഒരു എന്താണ് ഭാരമൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി, കട്ടിൽ ചെയ്യുക കുറയ്ക്കുക. അപ്പൊ അവിടുത്തെ ഈ ഒരു അൺസേഫ് ആയിട്ടുള്ള സുരക്ഷിതമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് കൈമാറ്റം ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന രോഗങ്ങളുടെ ആ ഒരു ക്ലേശത്തെ കുറയ്ക്കുന്നതിന് വേണ്ടി ബ്ലഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ആഗോള തലത്തിലുള്ള ഒരു സമീപനം ആര് ഡെവലപ്പ് ചെയ്തു? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അൺസേഫ് ആയിട്ട് ഒരിക്കലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ പാടില്ല. അപ്പൊ അതിൻ്റെതായ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടി വളരെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, വളരെ സേഫ് ആയിട്ടായിരിക്കണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു സമീപനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് കൊണ്ടുവന്നത്. ആവറേജ് പേഴ്സൺ, നെക്സ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ഒരു ആവറേജ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ശരാശരി വ്യക്തിയുടെ ബ്ലഡ് എത്രത്തോളം ഉണ്ടാവും? ക്യാരീസ് ഓൾമോസ്റ്റ് 5 liters ഓഫ് ബ്ലഡ്. ഒരു ശരാശരി വ്യക്തിയുടെ ബോഡിയിൽ എത്ര ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്? ഓൾമോസ്റ്റ് ആണ് കേട്ടോ പറയുന്നത്, ഏകദേശ കണക്കാണ് കേട്ടോ, കൃത്യ കണക്കല്ല, ഏകദേശം 5 ലിറ്റർ ഓഫ് ബ്ലഡ് വരെ ഉണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. Then it circulates the body through blood vessels and is pumped through the heart. Heart ആണ് അതിന്റെ പമ്പിങ് ഓർഗൻ എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഓർഗൻ ആരാണ്? ഹാർട്ട് ആണ്, ഹൃദയമാണ് അല്ലെ. നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസൽസിലൂടെ ബോഡിയുടെ പല ഭാഗങ്ങളിലേക്ക് പരക്കുകയും ചംക്രമണം നടത്തുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് ആ ഇൻട്രഡക്ഷൻ ഭാഗത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ആ ഇൻട്രഡക്ഷൻ ഭാഗം ഒന്ന് വേഗം വായിച്ചു നോക്കി, എന്നിട്ട് മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം. ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ഓക്കെ മിസ് പറയാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നോക്കിയ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം കേട്ടോ. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക്. അവിടെയാണ് ബ്ലഡിന്റെ സ്റ്റോറേജ് നടക്കുന്നത്. ഇനി ഇവിടെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നതിന് മുമ്പ്, ബ്ലഡ് കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ബ്ലഡിന്റെ അനുയോജിത പരിശോധനകളും ഈ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടത്തുന്നുണ്ട് എന്ന് പറയുന്നത്.
ഇനി ബ്ലഡ് ബാങ്കില് പ്രധാനമായിട്ട് വരുന്ന ടാസ്കുകളാണ് ബ്ലഡ് കളക്ഷൻ വരുന്നുണ്ട്, പ്രോസസിംഗ് വരുന്നുണ്ട്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇത്രയും പ്രോസസ്സുകൾ, ഇത്രയും ടാസ്കുകളിലൂടെയാണ് ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ബ്ലഡിന്റെ സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റോറേജിന് വേണ്ടി ഒരു ഗ്ലോബൽ അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ആഗോള തലത്തിലുള്ള ഒരു സമീപനം കൊണ്ടുവന്നു. അത് എന്തിനു വേണ്ടിയാണ്? അൺസേഫ് ആയിട്ടുള്ള, സുരക്ഷിതമല്ലാത്ത ബ്ലഡ് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ആവറേജ് വ്യക്തിയുടെ ബോഡിയിൽ ഏകദേശം 5 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഉണ്ടായിരിക്കും. ഈ പറയുന്ന ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടാണ്. പമ്പിംഗ് ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്. ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ഈ ബ്ലഡ് നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുകയും ചെയ്യും. ക്ലിയർ അല്ലേ ഇൻട്രൊഡക്ഷൻ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്. ഒരു ബ്ലഡ് ബാങ്കിന്റെ പ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ. താഴെ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ അവരുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ ആണ് സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ഒരു ബ്ലഡ് കമ്പോണൻസിന് വേണ്ടി ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് ഒരു ആവശ്യങ്ങളായിരിക്കും അല്ലെ, ബ്ലഡിന് വേണ്ടി നമുക്ക് നേരത്തെ ചെന്ന് ബുക്ക് ചെയ്തിടാനോ ഒന്നും ചിലപ്പോൾ സമയമൊന്നും ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയുള്ള അർജന്റ് ആയിട്ടുള്ള ഉടനടി ആവശ്യമായിട്ട് വരുന്ന അങ്ങനെയുള്ള അർജന്റ് റിക്വസ്റ്റുകൾക്കനുസരിച്ച് എന്തിനു വേണ്ടിയുള്ള റിക്വസ്റ്റ്? ആ ബ്ലഡ് കമ്പോണൻസിന് വേണ്ടിയുള്ള അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ പ്രകാരം സ്വിഫ്റ്റ് റെസ്പോൺസ്. എന്താണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തില് അതിനുള്ള പ്രതികരണങ്ങൾ നൽകുക. അതാണ് ചെയ്യേണ്ടത് ഈ ബ്ലഡ് ബാങ്ക് ആണ്. അതായത് ബ്ലഡ് ബാങ്കിലേക്ക് ഒരു ബ്ലഡ് കമ്പോണന്റ് വേണം. ഇന്ന ബ്ലഡ് കമ്പോണന്റ് RBC ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ബ്ലഡ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു അർജന്റ് ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ഉടനെ, ആ റിക്വസ്റ്റിനെതിരെ എന്ത് ചെയ്യണം? ഉടനെ പ്രതികരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഉടനെ പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ബ്ലഡ് ബാങ്ക് എന്ത് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ബ്ലഡ് കമ്പോണന്റ് ലഭ്യമാക്കി നൽകുക അല്ലെ, അതല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആവശ്യമാണോ അർജന്റ് റിക്വസ്റ്റിനനുസരിച്ചുള്ള ആ ബ്ലഡ് കമ്പോണന്റ് അവർക്ക് ഏതാണോ വേണ്ടത് അത് ഉടനടി വേഗത്തില് അവർക്ക് ലഭ്യമാക്കി നൽകുക. അതൊരു ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ്. രണ്ടാമത് വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റ്. ഇനി എന്ത് ചെയ്യുന്നു? ഈ പ്രീ ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ കൈമാറ്റം ചെയ്യുന്നതിന് മുൻപ് ഈ സാമ്പിളുകൾ രണ്ട് വിഭാഗത്തിലെയും ഈ രണ്ട് വ്യക്തികളുടെയും ബ്ലഡിന്റെ സാമ്പിളുകൾ തമ്മിൽ വാലിഡേറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. അത് യോജിച്ചതാണോ, നമുക്കത് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ സാധിക്കുമോ, വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്ന രീതിയിലുള്ള പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ്. അതുപോലെ ആവശ്യമായി വരുന്ന ബ്ലഡും ബ്ലഡ് കമ്പോണൻസും ഒക്കെ കൃത്യമായിട്ട് അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് കൃത്യമായിട്ട് അവർ റിസർവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ആ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. മൂന്നാമത്തത് ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഡോണർ എന്ന് പറഞ്ഞാൽ ആരാണ് ഡോണർ? ബ്ലഡ് നൽകുന്ന വ്യക്തിയാണ് ഡോണർ അല്ലെ. ദാതാവല്ലേ ഡോണർ? ആണോ? ദാതാവും സ്വീകർത്താവും കേട്ടിട്ടുണ്ടോ? ഡോണർ ആൻഡ് റെസിപ്പിയന്റ് അല്ലെ. അപ്പൊ നമ്മള് ബ്ലഡ് കൊടുക്കുന്ന വ്യക്തിയാണ് ഡോണർ എന്ന് പറയുന്നത്. അപ്പൊ ആ ബ്ലഡ് കൊടുക്കുന്ന വ്യക്തി ആർക്ക് കൊടുക്കുക? പേഷ്യൻസിനായിരിക്കും അല്ലെ സ്വാഭാവികമായിട്ട്. ആ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ആ ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ആ അനുയോജ്യത എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തൽ നടത്തുക. നെക്സ്റ്റ് പറയുന്നത് ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ഓരോ രോഗിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും? അല്ല അല്ലെ, വ്യത്യസ്തമായിരിക്കും. അവരുടെ ഓരോരുത്തരുടെയും കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായി വരുന്ന ബ്ലഡ് കമ്പോണൻസിന് വ്യത്യാസം ഉണ്ടാവില്ലേ?
ഇല്ലേ? ചിലപ്പോ ഒരു വ്യക്തിക്ക് ചിലപ്പോ അനീമിയ ആണെന്ന് വിചാരിക്കാം, അപ്പൊ അവർക്ക് RBC ആയിരിക്കും ചിലപ്പോ വേണ്ടത്. ചിലപ്പോ അവർക്ക് മറ്റെന്തെങ്കിലും രോഗമാണെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ WBC ആയിരിക്കും വേണ്ട. അപ്പൊ അങ്ങനെ ഓരോ പേഷ്യൻസിന്റെയും അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ഏത് ബ്ലഡ് കമ്പോണന്റ് ആണോ ആവശ്യം അത് കൃത്യമായിട്ട് ചൂസ് ചെയ്ത് നൽകുക. മനസ്സിലായോ? കോഷ്യസ് WBC എന്താണോ? WBC നമ്മുടെ ബ്ലഡ് കമ്പോണന്റ് ആണ് കേട്ടോ. നമുക്ക് പറയാട്ടോ, അത് കമ്പോണൻസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞുതരാം കേട്ടോ മിസ്, ഓരോ കമ്പോണൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, നോക്കിയേ നെക്സ്റ്റ്. ഇൻവെന്ററി, കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ഇനി ഈ പറയുന്ന ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ ബ്ലഡിന്റെ ഘടകങ്ങള് കൃത്യമായിട്ട് അത് ഓരോന്നും കൈകാര്യം ചെയ്യുക. അത് കൃത്യമായിട്ട് കോഷ്യസ്, അതെ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. വൈറ്റ് ബ്ലഡ് സെൽസും റെഡ് ബ്ലഡ് സെൽസും ആണ്. ഇതിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് അതിന്റെ ഫങ്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് പേജിൽ വരുന്നുണ്ട്. അപ്പൊ മിസ് പറഞ്ഞുതരാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. Okay, about cautious delivery and handling of blood components. ഇങ്ങനെയുള്ള ബ്ലഡ് കമ്പോണൻസ് വളരെ കൃത്യമായി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ കോഷ്യസ് ആയിട്ട് വളരെ സേഫ് ആയിട്ട് അത് ഡെലിവർ ചെയ്ത് നൽകുകയും വേണം. നെക്സ്റ്റ് വരുന്നത് ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. എന്താ ആ ബ്ലഡ് ബാങ്കില് ഏതൊക്കെ ബ്ലഡ് കമ്പോണൻസ് അല്ലെങ്കിൽ എത്രത്തോളം എമൗണ്ട് ആണ് നമ്മളവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇൻവെന്ററീസ്. എന്താണ് ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാല്? വിവര പട്ടികകൾ കേട്ടോ. ഇൻവെന്ററീസ് ഈ ഒരു വേർഡ് പല സ്ഥലത്തും കാണും. ഇനി ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിവര പട്ടികകൾ. അപ്പൊ ഒരു ബ്ലഡ് ബാങ്കില് ഇന്ന സാധനങ്ങളാണ്, ഇന്ന ബ്ലഡ് കമ്പോണൻസ് ആണ് സൂക്ഷിച്ചിരിക്കുന്നത്, ഇത്ര സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നൊക്കെ അവരുടെ ഒരു വിവര പട്ടിക ഉണ്ടാവില്ലേ? കൃത്യമായിട്ടുണ്ടാവണം അല്ലെ? എന്നാൽ മാത്രമല്ല അതിലേതെങ്കിലും കുറവ് വന്നാൽ അതിനനുസരിച്ച് അവിടെ ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള അവരുടെ സ്റ്റോക്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വിവര പട്ടികകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. ആ ലാസ്റ്റ് വേർഡാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കാം? നമുക്കറിയാലോ, ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട ഒത്തിരി ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ബ്ലഡ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്, ബ്ലഡ് സർവീസുകളുണ്ട്, റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട ബ്ലഡ് സർവീസുകൾ നടത്തുന്ന ഏജൻസികൾ അല്ലെങ്കിൽ സംഘടനകളുണ്ട്. അപ്പൊ അതെ, ചാരിറ്റിയുമായി ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്ഡ് സ്ഥാപനങ്ങള്, അങ്ങനെയുള്ള ബ്ലഡുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനിലും ആശയവിനിമയം ഈ ബ്ലഡ് ബാങ്കിൽ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ് ഒരു ആശയവിനിമയം ഉണ്ടാവണം എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? ഏത് ബ്ലഡ് ആണോ എപ്പോഴാണോ ഷോർട്ടേജ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ബ്ലഡ് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അവർ വഴിയില്ലേ നമുക്ക് കൂടുതലും സഹായങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലഡ് കിട്ടുന്നത് അല്ലെ? ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളല്ലേ ഇപ്പൊ കൂടുതലും പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ അഡ്മിൻസോ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി അവർ നൽകും അല്ലെ? നമുക്ക് പരിചയമില്ലാത്ത ആളുകളായവ അവർക്ക് അറിയാവുന്നവരെ അവർ എത്ര പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആക്കി നൽകും. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഈ ഫങ്ഷൻസ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഒന്നും കൂടി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് മറ്റു ബാക്കി വേണ്ടി ഇൻട്രൊഡക്ഷൻ വരെയും ക്ലിയർ അല്ലേ? ഓക്കെ, Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you.